ഗുഡ് മോർണിംഗ്. 4:30 അലാറം സെറ്റ് ചെയ്ത് കൃത്യം 5:30 എണീറ്റ് ഞാനും ദേവൂത കുക്കിങ്ങിലാണ്. വേറെ ഒന്നല്ല, ഇന്നാണ് നമ്മുടെ വയനാട് ട്രിപ്പ് പ്ലാൻ ചെയ്ത ദിവസം കേട്ടോ. നല്ല എക്സൈറ്റ്മെന്റിലാണ് എണീറ്റത്. അപ്പൊ രാവിലെ ഒരു 7 മണി 7:15 ആകുമ്പോൾ എല്ലാവരോടും കുട്ടാപ്പേട്ടന്റെ വീട്ടിൽ പ്രസന്റ് ആവാനാണ് പറഞ്ഞത്. ഞങ്ങളൊരു 7:05 ആയപ്പോഴേക്കും പ്രസന്റ് ആയി. ബാക്കിയുള്ളവർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. അപ്പൊ നമ്മുടെ ആൺപട അതേ മുന്നിൽ പോകുന്നുണ്ട്, പിന്നാലെ തന്നെ ഞങ്ങളും പോകുന്നുണ്ട്. വണ്ടി ഇവിടേക്ക് വരാത്തതുകൊണ്ട് നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വെയിറ്റിങ്ങിലാണ്. വണ്ടി ഇത്ര നേരമായിട്ടും വന്നിട്ടില്ല. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെപ്പറേറ്റ് വണ്ടിയിലായിരുന്നു പോയത്. അതുകൊണ്ട് തന്നെ ഇത്രയ്ക്ക് അങ്ങോട്ട് എക്സൈറ്റ്മെൻറ്റ് ഇല്ലായിരുന്നു. ഈ പ്രാവശ്യം അംഗസംഖ്യ കൂടിയതുകൊണ്ട് തന്നെ നമ്മൾ ബസ് ഏൽപ്പിച്ചു. അതുകൊണ്ട് തന്നെ വല്ലാത്ത എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്നത് ഇത് ആദ്യമായിട്ടാണ്. പക്ഷെ നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു ഗൈസ്. 7:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ബസ് 9 മണിയായിട്ടും കാണാനും കൂടെ ഇല്ലായിരുന്നു. മഷിയിട്ട് നോക്കിയാലും കൂടെ കാണാനില്ല എന്ന് പറയാമല്ലോ. പഞ്ചാലിറ്റി ഉള്ള ഡ്രൈവർ ആയതുകൊണ്ട് തന്നെ കൃത്യം 9:30 ഞങ്ങളെ മുന്നിലേക്ക് വന്നു ബസ്. ഒരുപാട് പ്രാഗിയെങ്കിലും ട്രിപ്പ് നന്നാവട്ടെ എന്ന് പ്രാർത്ഥിച്ച് നമ്മളെല്ലാവരും ബസ് കയറിയിട്ടോ. പിന്നെ ആസ് യൂഷ്വൽ ബസ് കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ. പോകുന്ന വഴിക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്തിട്ട് ഒരു 2 മണിക്കാകുമ്പോൾ റിസോർട്ട് എത്താമെന്നായിരുന്നു കരുതിയത്. പക്ഷെ നമ്മൾ യാത്ര ലേറ്റ് ആയതുകൊണ്ട് തന്നെ വേറെ സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ കഴിഞ്ഞില്ല. ഏതോ ഒരു സ്ഥലത്ത് മാത്രം കയറിയിട്ട് നമ്മളത് കറക്റ്റ് റിസോർട്ടിലെത്തി. ഒരു 2 മണി 2:15 ആകുമ്പോഴേക്ക് റിസോർട്ടിലെത്തി. നല്ല കംഫർട്ടായിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഒരുപാട് ചൂടെടുത്ത് ക്ഷീണിച്ചിട്ടൊക്കെ വന്നാൽ ഞങ്ങൾക്ക് ഒരു നല്ല കൂളിംഗ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് കയറിപ്പോയൊരവസ്ഥയായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു റിസോർട്ട്. ഇത് വീഡിയോയിൽ എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നല്ലൊരു പീസ്ഫുൾ മൊമെൻ്റ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ഫുള്ളായിട്ടുണ്ടായിരുന്നത്. കയറിയപ്പോൾ തന്നെ നല്ല തണുപ്പായിരുന്നു. AC-ൻ്റെ ഫാനിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല കേട്ടോ. നല്ല തണുപ്പായിരുന്നു. കുട്ടികൾക്കായാലും ഒരു അപകടം പിടിച്ച സ്ഥലം പോലെ തോന്നിയില്ല. വേറെ എവിടെ പോവുകയാണെങ്കിലും കുട്ടികളെ കണ്ണിൽ കൊണ്ട് നടക്കുക ചെയ്യാറ്. ഞങ്ങൾ ഈ സ്ഥലത്ത് അവരെ അഴിച്ചു വിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവരുടേതായ രീതിയിൽ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നല്ലൊരു കംഫർട്ട് സോൺ ആയിരുന്നു അവിടെ. എന്തായാലും കുട്ടികൾക്കായാലും ഞങ്ങൾക്കായാലും ഏട്ടന്മാർക്കായാലും എല്ലാവർക്കും നല്ല ഓക്കെ ആയിട്ടുള്ളൊരു റിസോർട്ടായിരുന്നു. പിന്നെ അങ്ങനെ എത്തി. ഇനിയൊന്ന് ഫ്രഷ് ആവണം, കുട്ടികൾക്കൊക്കെ കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണം. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ എത്തിയ സമയത്ത് തന്നെ നല്ല മഴയായിരുന്നു. അത്യാവശ്യം നല്ല മഴ കിട്ടി. പിന്നെ കുറച്ച് നേരം കളിക്കലും പൂളിൽ കളിക്കലൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പം നമ്മൾ ഡിന്നറൊക്കെ സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഗ്രിൽഡ് ചിക്കനും കാര്യങ്ങളൊക്കെ ഏട്ടന്മാർ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ മുന്നിൽ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ. അതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ടൈം പാസിന് ഒരുപാട് ഗെയിമുകളും കാര്യങ്ങളൊക്കെ നടത്തിയെങ്കിലും കുറച്ച് ക്ഷീണം വന്നപ്പോൾ ഞങ്ങളൊന്ന് പോയി കിടന്നു. ഇത് സമയം ഏകദേശം ഒരു 3 മണി 2 മണി ആ സമയമായിട്ട് ഞങ്ങളെ വന്ന് എണീപ്പിച്ച് എല്ലാവരും. പിന്നെ കിടന്നിറങ്ങി രാവിലെ എണീച്ചപ്പോൾ നല്ലൊരു ക്ലൈമറ്റിലേക്കാട്ടോ എണീറ്റത്. ഒന്നാമത് രാത്രി നല്ല മഴയായിരുന്നു. മഴയും കൂടെ കഴിഞ്ഞിട്ടുള്ള ആ രാവിലത്തെ മോർണിംഗ് അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊരു ചായയൊക്കെ കുടിച്ച് പൂളിൻ്റെ അടുത്ത് ഇരിക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ. ഫീൽ ഗുഡ് മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ. ഇവിടെ തന്നെ ഇരുന്നാലോ എന്നൊക്കെ ആലോചിച്ചിരുന്നിട്ട് ഞങ്ങൾ പിന്നെ പറ്റില്ലല്ലോ. പിന്നെ രാവിലെ അവിടെ ഒരു 2 പൂളുണ്ട്. ഒന്ന് നാച്ചുറൽ പൂളും മറ്റേത് ആർട്ടിഫിഷ്യൽ പൂളും. ഇത് നാച്ചുറൽ പൂളാണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അധികം ആരും അതിൽ ഇറങ്ങില്ല. ധൈര്യമുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ആ ചങ്ങാടത്തിലൊക്കെ കയറിയിട്ടുള്ളൂ. പിന്നെ വെള്ളം ജന്മനാ പേടിയായതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്കേ പോയിട്ടില്ല. ആർട്ടിഫിഷ്യലിലും പോയില്ല, മറ്റേതിലും പോയില്ല. പിന്നെ പോയെങ്കിലും കുട്ടികളുടെ പൂളിൻ്റെ സൈഡ് മാത്രം ഒന്ന് കളിച്ചിട്ട് കുറച്ച് വേഗം കയറിയിട്ട്. എനിക്ക് എന്താണല്ലോ വെള്ളത്തിനോട് ഭയങ്കര പേടിയാണ്. ഇതൊക്കെ നല്ല സാഡ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ചു പോവുകയാണ്. ഒരു 11 മണിയൊക്കെ ആയപ്പോഴേക്കും വെക്കേറ്റ് ചെയ്യണം. ബസ് കയറി സങ്കടത്തോടു കൂടി ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. ഗൈസ് ഞങ്ങൾ 2 പെട്ട് ഗൈസ്. നമ്മുടെ ഡോർ ലോക്ക് ആയിപ്പോയി. ചുരത്തിന്റെ മേലാണ് ഗൈസ്. കാണുന്നില്ല നിങ്ങള്? നമ്മള് കൊരങ്ങനൊക്കെ നമ്മളെ ബസ് കയറിണ്ട് ഗൈസ്. എല്ലാരും എല്ലാരും ബസ് റെഡിയാക്കുന്നതായിരിക്കും. അപ്പൊ ബൈ ഗൈസ്. ഒരു 4 മണി 4:30 ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.